അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഠായികളൊക്കെ അൺബോക്സ് ചെയ്യാമെന്ന്. അപ്പം ഇതൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു മിനി ക്യാൻഡി മെച്ചെയിൻ എന്തോ പറഞ്ഞതാണ്. ഇതാണ് യൂട്യൂബിൽ പറയണത്. ഞാൻ തിരിച്ചിങ്ങനെ മുട്ടായി വരും. അങ്ങനെ ഒരു വലിയൊരു മുട്ടായി ക്യാൻഡി നമ്മൾ ലുലുവിലും ഷോപ്പയിലൊക്കെ പോയാലും ഉണ്ടാവും. ഉണ്ടാവാണ്ടിരിക്കില്ല. കട്ട് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ അമ്മേൻ്റെ കൈ നമുക്കിപ്പോൾ എന്തായാലും കട്ട് ചെയ്യാം. അതവിടെ സിസറില്ല. എനിക്ക് അങ്ങോട്ട് പൊട്ടിച്ചു പകുതിയിലാക്കി. ഓക്കെ, രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട്. കാരണം ഒന്ന് വാങ്ങിയാൽ ഞങ്ങളിവിടെ അടിയുണ്ടാക്കും. രണ്ടാഴ്ച ലാഭമാണ്. പിന്നെ മാത്രമല്ല എന്താണ് ഡ്രസ്സിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇതിന് നല്ല റേറ്റ് കുറവാണ്. ക്രോപ്പ് ടോപ്പാണ്. ഇതിന് റേറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞേ. ഇതിന് 290 രൂപ മാത്രമാണ്. മറ്റേ പാൻറ്റ് അതിൻ്റെ അവിടെ എടുത്ത് വെച്ചേക്കുന്നത്. പാൻറ്റിന് എത്ര വരും? ഇത് മറ്റേതാണ്. പാൻറ്റിന് എത്രയാണാവോ? 301 300 സംതിങ് 340. അത് തുറന്നു. സീസൺ കണക്ക് നമ്മളുടെ പല്ല് വെച്ച് തുറന്നിട്ടുണ്ട്. ഞാൻ മൊത്തം തുറന്നു പറയുന്നുണ്ട്. പക്ഷെ സ്ഥലം അമ്മേ ഇത് എൻ്റെയാണ് ഞാൻ പൊട്ടിച്ചിരിക്കുന്നത്. ഇത് നമുക്കുണ്ടല്ലോ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പൊട്ടിക്കാം. ഇനിയല്ല, കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 10 രൂപയല്ലേ ഉള്ളൂ. നമുക്ക് കസിൻസൊക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കാൻ രസമാവും. പക്ഷെ കുറച്ച് മിഠായിരുന്നു. അതാണ് നമുക്ക് തുറക്കാം. വന്നതാ ചോക്ലേറ്റ്. ഇങ്ങനത്തെ അൺബോക്സ് ചെയ്യാം. നല്ല ക്യൂട്ടായിട്ട് കാണാൻ. ഹാപ്പി ഹാർട്ട്. ഇത് ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് മീനും ഇത് പിന്നെ അത് കൈമാക്കുന്ന ഒരു സാധനം. ക്യൂട്ട് ടെഡി ബിയർ. പിന്നെ മിഠായി. പിന്നെ ഇതൊരു ടോയാണ്. നമുക്കത് ഫിറ്റ് ചെയ്യാം. ഇതൊരു ബാഗെന്നല്ല, ഇതൊരു ബോഡി വന്നിട്ടില്ലേ? ബോഡി റോബ്ലോക്സ് ഒക്കെ പോലുള്ള സാധനം. ചേട്ടതെങ്ങനെ വെക്കുക? വെക്കാൻ വയ്യ. ഞാൻ ലാസ്റ്റ് ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് പാത്രം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ ഇതിലുള്ളത് മെയിനായിട്ട്? ഇതിലൊന്നും ഈ മിഠായി മാത്രം നമുക്ക് പൊട്ടിക്കാം. അതും ഏകദേശം സെയിം ആണ്. അപ്പോൾ ഞാൻ മതിയിട്ട് ഇടാം. ഞാനും അവളും ഷെയർ ചെയ്തിട്ടാണ് മിഠായി എടുക്കുന്നത്. ഇതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി മിഠായി വരുന്നുണ്ട്. ഇത് അത്രയും മിഠായി വരുന്നുണ്ട്. നമുക്കത് അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ലാഭത്തിൽ കണക്കാക്കാം. എന്നാ മിഠായി അപ്പം ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പം ബാക്കി ഇനി നെക്സ്റ്റ് എന്തെങ്കിലുമൊക്കെ വാങ്ങുക. എന്താ ചെയ്യുന്നത്? ഇതിൽ വീഡിയോ ഇടാം.